ഈ ഒരു ഐലൻഡിൽ മൊത്തത്തിൽ ഈ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. പണ്ട് താമസിച്ചിരുന്ന ഒരു വീടൊക്കെ. പോയി 6 അടിച്ചിട്ട് വാ. പോ. Hey guys, അപ്പോ welcome back to our new vlog guys. Guys, അപ്പോ നമ്മൾ ഇപ്പോ നിൽക്കുന്ന എവിടേക്കാ? ഗൈസ്, അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കടമക്കുടിയിലെ ഒരു ഇതിന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഇങ്ങനെ പേടിക്കലടാ ഗൈസ്, ഇവിടുത്തെ ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വിഷ് ആംബിയൻസ് ആണ് കേട്ടോ, വിഷ് ആംബിയൻസ്. അത് മാത്രമല്ല, നമ്മൾ രാവിലെ 5:30 വന്നതാണ് ഇവിടെ കയാക്കിങ് പരിപാടിക്ക്. ആൻഡ് നമ്മൾ വന്നതിന്റെ കുറെ ക്ലിപ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇപ്പൊ ഈ ഒരു കായലിനെ നടക്കാൻ നിൽക്കുന്നത്, ഇവിടം വരെ എത്തിയ ക്ലിപ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പോയി കണ്ടിട്ടോ. ഗൈസ്, ഇപ്പൊ 5:37. നമ്മൾ കുറെ കാലമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയാക്കിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരിക്കുന്നു. 5:37 രാവിലെ എന്ന് പറ. 5:37 ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു കുട്ടി കുറഞ്ഞു. അപ്പൊ നമ്മള് രാവിലെ ഉറങ്ങിയത് സത്യം പറഞ്ഞ ബ്രോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചു നേരം കിടന്നു തുടങ്ങി, ഗോവിന്ദനും കുറച്ചു നേരം കിടന്നു തുടങ്ങി. ഇയാളെ എപ്പോഴും ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ കണ്ണുറക്കുമ്പോ എന്റെ വാതിലും പ്രിന്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെള്ളം കുടിക്കാൻ എന്റെ വാതിൽ എന്തിനാ വന്നെ? വെള്ളം താഴെയിലിരിക്കുന്നേ. തൂക്കിയല്ലോ നാഥ. ചലഞ്ചിലും പറയുന്നുണ്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് കയാക്കിങ്ങിനാണ് ഗൈസ്. നല്ല മഴയുണ്ട് ഇവിടെ. സമയം കാണിച്ചു. സമയം എവിടെ കാണുന്നത്? 5:38. 5:38 ആയിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് നീന്താനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നെ ഒന്നും മനസ്സിൽ വെച്ച് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ബ്രോ പേടിക്കേ വേണ്ട. ബ്രോയുടെ എയർ കാരണം ബ്രോ പൊങ്ങി കിടന്നോളൂ. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? ഇക്കാലം പ്രത്യേകിച്ച് ഇവന്മാർക്കൊന്നും നന്ദി. എല്ലായിടത്തും നല്ല വെള്ളമുണ്ട്. ഇവന്മാർക്കൊന്നും നന്ദിയില്ല. കെക്കേ വിശ്വാസം രക്ഷിക്കണേ. ഇക്കാണ് കാലില് മസിൽ കയറും. പിന്നെ പണ്ടൊരു തീനുണ്ടായിട്ടുണ്ട് ഇല്ലക്ക. പണ്ട് നമ്മള് വർക്കലയില് മറ്റേ റാഷിക്ക് ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്നപ്പോ, അതായത് നമ്മുടെ സ്ട്രീം ഹൗസ് ഇനാഗ്രേഷന്റെ ടൈമില് ഞാൻ നോർമലി ഇറങ്ങി നീന്തുന്ന പോലെ നീന്തി പോയാ. പക്ഷെ എവിടെ വരെയാ? മറ്റേ കടലില്. ആ കടലില് നമ്മള് മറ്റേ പ്രൈവറ്റ് ബീച്ചിൽ ചാടിയതാണ്. പ്രൈവറ്റ് ബീച്ചിൽ ചാടി. പ്രൈവറ്റ് ബീച്ചിൽ ചാടി ഇക്ക കുറച്ച് നീന്തി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കാല് മസിൽ പിടിച്ചെന്ന് പറഞ്ഞാലേ ആ പാന്റിന്റെ എൻഡ് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന സാധനം ഈ എഡ്ജ്. അപ്പം ഇത് ബലൂൺ കണക്കായി കട്ടി തുണി കൂടെ ആയിരുന്നു. ഞാൻ പാന്റ് അപ്പൊ ഞാൻ കാലടിക്കുമ്പം പവർ കിട്ടുന്നില്ല. കാരണം ഇതിങ്ങനെ ബലൂൺ കണക്ക് പെരുവിക്കുക. ഇവിടെയും കെട്ട് അവിടെയും കെട്ട്. അപ്പം ആ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അല്ലല്ല, അപ്പൊ ഞാൻ നല്ല ബലം കൊടുത്ത് നീന്തി നോക്കിയത്. നീന്തി പോയിട്ട് കുറെ കഴിഞ്ഞപ്പോ പെട്ടെന്ന് മസിൽ പിടിച്ചു. മസിൽ മാറാൻ ഞാൻ കുറച്ചു നേരം കയ്യിൽ മാത്രം ഇങ്ങനെ അടിച്ചു നിന്ന്. അപ്പൊ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഒഴുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് ബാക്കിലോട്ട് സൈഡിലേക്ക് കൊണ്ടുപോയി. നോർമലി അവിടെ നമുക്ക് കുറച്ച് താഴോട്ട് പോയാൽ നില കിട്ടും. അപ്പൊ ഞാൻ തറയിൽ പോയി ചവിട്ടിയ കാല് നൂരുമല്ലോ. ഇപ്പൊ എല്ലാം കൊടുത്ത ചവിട്ടാന്നിട്ട് ഞാൻ താഴേക്ക് 2 സ്റ്റെപ്പ് താഴേക്ക് പോയിട്ടും നില കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി പണി പാളിയത്. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ആഷിക്കിനെ വിളിച്ചു, എന്റെ അനിയനെ. അപ്പൊ ഞാൻ പറഞ്ഞാ വാവാന്ന് പറഞ്ഞു. അപ്പൊ അവൻ വിചാരിച്ച് ഞാൻ അവനെ പിടിച്ച് മുക്കാൻ വിളിക്കാൻ വരുന്നത്. അവൻ നമ്മളൊക്കെ കറങ്ങിക്കുക. ഞാനും രാശിക്കും എനിക്ക് പേടി. കുന്നിന്റെ മണ്ടയില് ഞാനൊരു 20 മിനിറ്റോളം സർവ് ചെയ്ത് അവിടെ കൈ കൊണ്ട് മാത്രം ഇങ്ങനെ നിന്ന്. ഇത് മാറാൻ അറിയാവുന്നവർക്ക് ഇത്ര പ്രശ്നം. അപ്പൊ അങ്ങനെ നിന്ന സമയത്ത് എനിക്ക് ഷുഗർ ലോ ആവാനും കൂടെ തുടങ്ങി. അയ്യോ, തല ചെറുതായിട്ട് ഇതാവാൻ തുടങ്ങി. അപ്പൊ അവൻ വന്നിട്ട് എന്നെ പിടിച്ചു വലിച്ചപ്പോ അവൻ താന്നുപോയി. പോയപ്പം അവന് മനസ്സിലായി അവിടെ നല്ല കുഴിയാണെന്നുള്ള. അപ്പം മണ്ണ് വന്ന് എടുത്തിട്ട് നന്നായിട്ട് ഇരുത്തിയിരിക്കുക. ഇവൻ 2-3 പ്രാവശ്യം എന്നെ ഇങ്ങനെ പിറകി പോയിട്ട് ചവിട്ടിയെങ്കിൽ തള്ളിയിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇവൻ അടിയിൽ പോയിട്ട് എന്നെ കാല് പിടിച്ച് വലിച്ച്. എനിക്ക് കറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഷുഗർ തിര മറിയുന്നതിന്റെ അവിടെ എത്തിയപ്പം കേട്ടോളാം, നീ ചിലപ്പോ ഇന്ന് മുങ്ങിപ്പോയി.
ഞാൻ നിർത്താൻ പറഞ്ഞേ. എനിക്ക് പേടിയൊക്കെ. ഞാൻ പണ്ട് പസ്മക്കുളത്തിൽ മുങ്ങിപ്പോയിട്ട് 2 പാണ്ടിക്കാര് വന്ന് വെള്ളത്തിൽ മുങ്ങിയതാ. ഞാൻ ആ ഓളത്തിനടിച്ചങ്ങ് പോയി. കൊല്ല കുളയാറൊക്കെ ഉള്ള വലിയ പാണ്ടിക്കാര്. സത്യം. എന്നിട്ട് അവര് തലമുടിക്കാരൊന്നുമില്ല. ഇവിടെ എന്നിട്ട് എന്റെ തലമുടി കുത്തിരി പിടിച്ച് കരയിലോട്ടിട്ട് തന്നെ. അപ്പൊ ആ മനസ്സിൽ കിടക്കോ ഇങ്ങനെ പേടി. മനസ്സിലായോ? അപ്പൊ എന്നെ സൂക്ഷിച്ചോണേ. ആക്ച്വലി പേടിക്കരുത്, രക്ഷപ്പെടാനുള്ള വഴി നോക്കണം. കൈയിട്ട് അടിക്കോ, കൈയിട്ട് അവിടെ പിടിക്കാനോ, അങ്ങ് വീഴുവാ. ഞാൻ വേറെ കേസ് തരട്ടെ. മറ്റേ ലൈഫ് ജാക്കറ്റ് ഇയാൾക്ക് ചേരുമെന്നും തോന്നുന്നില്ല. ഈ സൈസിൽ എങ്ങനെ ലൈഫ് ജാക്കറ്റ് കയറ്റുക? ഞാൻ ഇവിടുന്ന് സൂം ചെയ്ത് നിങ്ങളുടെ വീഡിയോ എടുക്കാം. നീ കാലിലൊരു ലൈഫ് ജാക്കറ്റ് 2 കയ്യിലും കെട്ടാ. അവരത് സംസാരിക്കണേ അങ്ങനെ. ഓരോ മറ്റേ സർക്കിളുള്ള മറ്റേ സാധനമല്ലോ ലൈഫ് എന്തോ എന്നിട്ട് പറയാ ലൈഫ് റിങ്. ആ റിങ്ങില്ലേ, ആ റിങ് നമുക്ക് ബോട്ടിൽ കയ്യിൽ പിടിക്കാം. പിടിക്കല്ലേ? അതെല്ലാം ഹലോ എന്തിനാ പോണേ? കയാക്കിങ്ങില്ല ഇയാള് മറ്റേ ഹൗസ് ബോട്ടിൽ പോണ. അല്ല സൈഡിൽ നമുക്ക് പിടിക്കാലോ കയ്യിലൊക്കെ. അപ്പൊ ആര് തുടങ്ങി? ഇയാൾ ഉദ്ദേശിച്ച എന്താ പറയാ, മറ്റേ 2 റിങ് എടുത്ത് 2 കയ്യിലും കൂടെ ഇങ്ങനെ ഇട്ടിട്ടിരിക്കാതെ എങ്ങനെ തൊഴിയോടെ ഇയാള്? കയാക്കിങ്ങൊക്കെ ഇച്ചിരി വിഷയം സാധനമാണ്. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മളിപ്പോ എടപ്പള്ളി എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനിയിപ്പോ നമ്മുടെ കയാക്കിങ്ങിന് പോണ എവിടെയൊക്കെ കടമ്പക്കുടിയല്ലേ? കയാക്ക് കായലില്ലേ? ഓ വലിയ തമാശ. ഇവിടെ ഗൈസ് കടമ്പക്കുടിയിലാണ് നമ്മള് സൂപ്പർ ആയിരുന്നാ. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. കാലത്തെ തന്നെ നേരം വെളുക്കാണല്ലോ ഈശ്വര. നേരം വെളുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോണ വഴി കണ്ടോ, ചെറിയൊരു വഴി. അതൊക്കെ നമ്മളിവിടെ നിർത്തിട്ട് നമ്മൾ ഇറങ്ങിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ലല്ലേ? ഇത് മാത്രമേ ഉള്ളതുണ്ടോ? കറക്റ്റ് കാറ്. നമ്മുടെ കാറ് കറക്റ്റ് സൈസാ. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. രാവിലെ ഒരു വൈബ്. ഓഫ് റോഡ് എന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ എന്താ പറയാ, എനിക്കറിയണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നാവികപ്പാലത്തിന്റെ ഈ പാലം കയറണ്ട ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തോളാണ്. സത്യം പറയാലോ, കൊറേ പറഞ്ഞോട്ടെ, കൊറേ നാളുകൾക്ക് ശേഷമാണ് ഈ 6 മണി എന്ന് പറഞ്ഞ സമയം കാണുന്നത്. സത്യം പറയാ, ഞാനാണെങ്കിൽ 6 മണിക്കൊന്നും അതെന്താ ബ്രോയ്ക്ക് 6 മണി ക്ലോക്ക് ഇല്ല? എന്റെ ക്ലോക്കിൽ 6 മണി 6 AM കിടന്നുറങ്ങാറുള്ളതാണോ? നീ എവിടെ വന്ന മരഭൂതമേ? ഞാൻ റൂമിലെത്തിയില്ലേ? 6 മണിക്ക് കഴിച്ച് കിടക്കുന്നത് 7 മണിക്ക് അങ്ങാണ്ട് കിടന്നുറങ്ങുന്നത് തന്നെ. നോ ഗൈസ്, ഞാനൊരു 4 മണിക്കുള്ളിൽ കിടക്കാറുണ്ട്. ഞാനൊന്ന് 4 മണിക്കുള്ളിൽ കിടന്ന് രാവിലെ ഒരു 10 മണിയാകുമ്പോ ഞാൻ എണീക്കും. 11 മണിയാകുമ്പോ 12 മണിയാകുമ്പോ 1 മണിയാകുമ്പോ ഞാൻ എണീക്കും, റെഡിയാവും. 1 മണിയാകുമ്പോഴേ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ ഷെഡ്യൂൾ അങ്ങനെയൊക്കെയാണ്. ബ്രോ ഇതൊക്കെ ഇതുണ്ടല്ലോ, ഈ ഷെഡ്യൂൾ കുറെ കൊല്ലങ്ങളായിട്ടുള്ളതാണ് ബ്രോ. വ്യൂ ഞാൻ സമ്മതിക്കുന്നു. വ്യൂ രാവിലെ ഇത് കിട്ടില്ല വൈബ്. സത്യം പറഞ്ഞാൽ ഒരു കിട്ടില്ല ഫ്രഷ്നെസ് വരുന്നുണ്ട്. ഭയങ്കര നല്ല സുഖമല്ലേ? നല്ല സുഖം. നിങ്ങൾ വിചാരിക്കും ഞാൻ പൂസാണ്, പക്ഷെ ഞാൻ ഉറക്കിപ്പിച്ചാണ്. അപ്പൊ നമുക്കിനിയിപ്പോ ഇവിടെ നിൽക്കാനാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞേക്കുന്നത് നമ്മളോട് ഇവിടെ നിൽക്കാനാണ്. അപ്പോൾ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാണ്. ആ പുള്ളി വരും, വന്നിട്ട് നമുക്ക് നേരെ ഉറക്കിപ്പിച്ചില്ല, ചുമ്മാ ചേച്ചിയൊക്കെ നോക്കുന്നുണ്ട്. ചേച്ചി എന്തിനാ? ചേച്ചി ഞാൻ വ്ലോഗ് എടുക്കുന്നത്. ചേച്ചി പിള്ളേരൊക്കെ തല്ലും കേട്ടോ. ഇല്ലില്ല, ഞാൻ പറയുന്നത് വ്ലോഗ് എടുക്കണേന്ന്. ഇപ്പൊ എന്തായാലും പുള്ളി വന്നിട്ടാണ്. സത്യം പറഞ്ഞാൽ നല്ല വൈബ് അടിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. കിട്ടില്ല, ഒരു മഴ വന്നിട്ടുണ്ട്. അങ്ങ് അറ്റത്ത് നല്ല മഴ. പെയ്തുണ്ടോ? എന്റെ അമ്മ കിട്ടില്ല. ഞാൻ പെയ്തുണ്ട് കാണിക്കട്ടെ. ഇപ്പൊ എന്റെ മേത്തെത്തുണ്ട്. അത് എത്തി. ഇനി നമുക്ക് ചെന്നിട്ട് കാണാം. ഹലോ, എവിടെ പോണ്? തൊഴയാൻ പോവാണോ?
സമയത്ര 6:10. 6:10. ഇത് കുട്ടൻ ബ്രോ, ഇത് കുട്ടനാടല്ല. ബ്രോ മഴയും ഇതിനേക്കാൾ വലിയ മഴ ഞാൻ നേരിട്ടുള്ളൂ. ബ്രോ എന്താണ് ബ്രോ നനഞ്ഞ കോഴിയെ കൊണ്ട് കേട്ടാ. ഇവിടെ എത്തിയപ്പോ ഗോവിന്ദന് സത്യം പറഞ്ഞാൽ പണി കിട്ടി. ഇവിടെ ഗോവിന്ദനെ കണ്ടപ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് പറ്റിയ ഐറ്റം അല്ലാന്ന് പക്ഷേ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കാം. ഗൈസ് അതല്ല, ഇപ്പൊ വെയിറ്റ് കൂടുതലുള്ള ആളെ ഫ്രണ്ട് ഇരുത്തിയിട്ട് ബാക്കി എടുത്തിട്ടാണോ? അപ്പൊ ബാക്കി എടുത്തിട്ട് അപ്പൊ ഇക്ക ഫ്രണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ആർക്കെ വെയിറ്റ് ഉള്ളു? ഡ്രൈവർ അത് ആർക്കെ വെയിറ്റ് ഉള്ളു? അത് പറഞ്ഞ ഇക്കക്ക് തന്നെ വെയിറ്റ് ഉള്ളു എനിക്ക് തോന്നുന്നുണ്ട്. തിന്നാൻ തുടങ്ങുന്നെങ്കിൽ അപ്പൊ നമ്മളിനി അത് സാധനം എല്ലാം സെറ്റ് ചെയ്ത് ജാക്കറ്റ് എല്ലാം ഇട്ടിട്ട് നമ്മള് കയാക്കിന് പോകും. ജാക്കറ്റ് കാണോ? അല്ല, രണ്ടര കൂട്ടി കെട്ടാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ. കയ്യിലും കാലിലും ഒക്കെ വേണം എനിക്ക്. കയ്യിലും കാലിലും ഒക്കെ എനിക്ക്. കയ്യിലും കാലിലും കൂടി ഇട്ടുണ്ട്. ഇയാളുടെ തല മാത്രം മുങ്ങിക്കിടക്കും, ബാക്കിയെല്ലാം മുങ്ങിക്കിടക്കും. ഇല്ല, ചാവില്ല. തല മുങ്ങിക്കിടന്ന് എങ്ങനെ ചാവണേ? കൂടെ ഉള്ള ആള് പ്രൊഫഷണൽ എന്നെ കണ്ടോ? എന്നെ ചുമ്മാ തോണ്ടി കൊണ്ടിടും. ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചെടുത്തട്ടെ. ഫയർഫോഴ്സിനെ വിളിച്ചെടുത്തേ. നേരത്തെ അയാൾ തോണ്ടിയിടും, പക്ഷെ നിന്നെ തോണ്ടുമ്പോ അദ്ദേഹം എന്നും കൂടി കൊണ്ടുപോയല്ലോ. നമുക്ക് പേടിക്കൊന്നും വേണ്ട, കാരണം പുള്ളി അത്ര പ്രൊഫഷണൽ. അതിനെ കിട്ടുവാണ് വലിയ ഉപകാരം. സത്യം കേട്ടാ, നല്ല പേടിയുണ്ട്. ഒരു സീനില്ല, ഞാൻ ചെള്ളാണ് ഇങ്ങനെ പൂവല്ലേ ലൈഫ് ജാക്കറ്റ് എനിക്ക് പറ്റിയില്ല. അത് ആലോചിക്കുവോ? ഓർഡർ കൊടുത്തിട്ട് ചേട്ടാ ഇപ്പൊ തൊടയിൽ വെച്ച് കെട്ടി വിടും. പോട്ട് എനിക്ക് വേണ്ടി എക്സ്ട്രാ വേറെ ബോട്ട് വേണേ ഞാൻ വേറെ റേഡിയോ പറയട്ടെ. ബോട്ടിനകത്ത് ഇയാളെ കെട്ടി നിർത്താം. അപ്പൊ പിന്നെ വേണ്ട, ഇയാളാണ് ബോട്ട്, ഇയാളുടെ മേലെ കയറി എനിക്ക് സത്യം പറഞ്ഞ വെള്ളം ഭയങ്കര പേടിയാണ്. പക്ഷെ സിംഗിൾ പോവാതെ ഇപ്പം രണ്ടുപേര് ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോകും. കുറച്ച് 2-2.5 മണിക്കൂറുണ്ട്. കാരണം അത് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് കൊമ്പിന് വല്ല സ്നാപ്പ് ഒന്ന് അച്ചാക്കി ആ വഴി പോകും. ഇല്ല, എന്റെ മോർണിംഗ് പിള്ളേരൊന്നും ആരും ഉണ്ടാവില്ല. എത്ര 6 മണിക്ക് കൊണ്ടുപോകാൻ ഉറങ്ങിയോ? എന്താ ഒരു ചിരി. ബ്രോയ്ക്ക് ഉണ്ടല്ലേ? ബ്രോയ്ക്ക് പിന്നെ ഫേസ്ബുക്ക് അല്ലേ? ബ്രോയ്ക്ക് ഫേസ്ബുക്കാ. ഇവിടെ അവിടെ വന്നിട്ടില്ല. മഴയല്ലേ പെയ്യുന്നത്? മഴ പെയ്തു. ഇല്ല, മഴയത്തൊരു കയാക്കിങ് നടന്നു വരുന്ന വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളത് കണ്ടില്ലേ? കണ്ടിട്ട് പറ കേട്ടോ. അതല്ലല്ല, ഇക്കതേ മഴ നടന്നു വരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ. മഴ നടന്നു വരുമ്പോ നീ ഇതിനെ ഓടിയേ? നിനക്ക് നടന്നപ്പോ മഴ ചേസ് ചെയ്യായിരുന്നു. ഇക്ക് രാവിലെ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ അവിടെ നിന്ന് വെളിയിൽ നിന്ന് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴേ മഴ വരുന്ന ശബ്ദം വിട്ടോളം പറഞ്ഞു. പ്രകൃതിയെ അറിയണോ? സത്യം. പിന്നെ മഴയുടെ സൗണ്ട് ആയിട്ട് നമുക്കും അറിയാം. ഞാൻ അറിഞ്ഞുകൊണ്ട് മഴയത്ത് കയറി. പ്രകൃതിയെ അറിയണം, അല്ലാതെ പ്രകൃതി വിരുദ്ധനാവരുത്. ഓക്കെ, ഞാനല്ല ആള്. പ്രകൃതിയൊക്കെ ഭയങ്കര സ്നേഹത്തില്ല. അതാണ് നിന്റെ സൈസിലുള്ളത് വരുന്നുണ്ട്. പിന്നെ അതെന്താ സാധനം അടിച്ചപ്പോ അത് ഒരു ചീര സാധനം. ഇന്ന് ബ്രോഡ് ഞാൻ ഇവിടെ ഇന്ന് ബ്രോഡ് ദിവസം തോന്നുന്നുണ്ട്. ഭഗവതി. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ജാക്കറ്റ് എല്ലാം പോയിട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് തൃശ്ശൂർകാർ മനസ്സറിഞ്ഞ് കൊടുക്കുക. അല്ല, മനസ്സറിഞ്ഞ് എന്തൊക്കെ കൊടുക്കും? സ്നേഹം. അത് ആർക്കാ കൊടുക്കുന്നത്?
എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹം കൊടുക്കും. സ്നേഹം വേണ്ട ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെക്കനെ സമീപിക്കുക. ഓക്കെ, ഇപ്പൊ മനസ്സറിഞ്ഞു കൊടുക്കുന്ന പറഞ്ഞ് ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്നേഹം മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ചെക്കൻ. മേജർ മഹാദേവൻ. ഞാനപ്പോ എന്തായാലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ടിട്ട് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ പിടിക്കണം എന്ന് പറയണേ. ഈ സൈഡ് അപ്പുറത്ത് വരണം, ഈ സൈഡ് അപ്പുറത്ത് ആ സെറ്റ്. ഓക്കെ. A few minutes later. ഇത് നമ്മുടെ ബോട്ട് കരയ്ക്കല്ലല്ലോ, വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗോവിന്ദനും ഇക്കയും കൂടെ പോകുന്ന ബോട്ട് കേട്ടോ. പക്ഷെ നമുക്കുണ്ടല്ലോ ഒരു സിംഗിൾ ബോട്ട് കിട്ടുന്ന വൈബായിരുന്നു. നമ്മൾ രണ്ട് കഥയൊക്കെ പറഞ്ഞ് വരായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കപ്പല്. അതാണ് പറഞ്ഞേ, പവർ ബാക്കില് പവറും ഫ്രണ്ടില് വീക്കും. വീക്കില് കമ്പനി ഇരുന്നോ, ഞാൻ പവറിലിരിക്കാം. ബ്രോ ബാക്കിൽ ഇരിക്കേണ്ടി വരും. ബ്രോ ബാക്കി തന്നെ ഇരിക്കേണ്ടി വരും. മനസ്സിലായ? ആരാ? ഞാനാണോ? എനിക്ക് ആകെ ഉള്ളൊരു പേടി എന്ന് വെച്ചാൽ ഈ പോകുന്ന വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഗോവിന്ദൻ പിന്നെ എന്തോ ചെയ്യും. അങ്ങനെയൊക്കെ വരുമോ? അങ്ങനെ വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല. ഓ എഡിറ്റർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഇത് അത് നമുക്ക് എനിക്ക് ചേട്ടാ ഇയാളെ ബാക്കി കയറ്റിക്കോട്ടാ. അതേതാ ഫ്രണ്ട്? ഇതാണോ ഫ്രണ്ട്? അത് ഫ്രണ്ട് അല്ല, ഇനിമിയ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഞാനൊക്കെ കൂടെ ചില്ലങ്ങാണ് ഇവിടെ. ചുമ്മാ ഇരിക്കടാ ഇക്ക, ചുമ്മാ ഞാൻ തമാശ പറയല, പേടിച്ചിട്ടാ. അവർക്ക് ചില്ല ഒന്നും അനക്കാ വിടുന്നു. ഇക്ക ടൈറ്റാനിക് കപ്പലിൽ പോലെ ഭിത്തി ഇടിച്ചു കയറും. ഇക്ക എക്സ്പീരിയൻസ് ഉള്ളതാണ്ടാ, എനിക്ക് പേടിക്കണ്ട. കണ്ടോ? ഹായ് ബ്രോ, ഹായ്. സെറ്റാണ് എല്ലാം നമ്മുടെ പിള്ളേരെ. കാരണം വെച്ചാൽ എല്ലാവരെയും ഞാൻ ഫ്രണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വെള്ളത്തിൽ വേണം അവരെ രക്ഷിക്കണ്ടേ. കണ്ടോ, അവരിതുവരെ കേട്ടില്ല കേട്ടോ. ബ്രോ ഒന്നുകൂടെ കയറാം. ഞാൻ വീട്ടിൽ ജക്ടങ്ങ് എടുത്ത് ചാടിയൊക്കെ ഇതിനകത്തേക്ക്. ഇപ്പൊ വള്ളം പറഞ്ഞ ഇതിനകത്ത് കിടന്നാനെ. ബ്രോയ്ക്ക് ബോട്ട് കിട്ടിയില്ലേ? നമ്മുടെ ബോട്ട് പേപ്പർ ബോട്ടാണോ? ഇക്ക ചിരിച്ചെന്നുള്ള കൊള്ളത്തില്ല കേട്ടോ. ബ്രോ വണ്ടർലയിലെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തുന്നതല്ല, ഞാനും അതാ വിചാരിച്ചേ. നല്ല ആഴമുണ്ട്. അപ്പൊ ഞാൻ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ബ്രോ, അവിടെ ഒന്ന് തുഴഞ്ഞോണം. ഇത് എനിക്ക് തുഴയാന്ന് വയ്യ. നിങ്ങൾ തുഴഞ്ഞോണം അവിടെ കിടന്ന്. ആ അതെ, ഇയാൾക്ക് തുഴയാനും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോകുന്ന ബോട്ട് എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ച ബോട്ടാണ്. ബ്രോ ഇവിടെ തൊഴിയോ മണ്ട. ഇക്കത് നേരെ കൊണ്ടുപോയി കേട്ടുന്നുണ്ടോ? ഇത് കണ്ടോ? ഇയാളൊക്കെ എന്തോ പറയണ്ട് ഞാൻ. ഇയാൾ എന്നെ അങ്ങോട്ട് കൊണ്ടോളൂ. ഇവിടെ ഇങ്ങോട്ട് തൊഴിയണോ? ഇവിടെ പണ്ട് ഇങ്ങോട്ട് തൊഴിയണോ? ഞങ്ങളെ കാട്ട് വേണ്ടി സീനാണ്. അവര് കാട്ടിന്നൊക്കെ വരുന്നത്. നീ പിടിച്ച ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. കല്ല് പേടിക്കണ്ട. ഗൈസ്, ഇന്ന് ഇവിടുന്ന് മോചനം ഉണ്ടാവില്ല. കാരണം ഇത് കുടുങ്ങി കഴിഞ്ഞാൽ കിട്ടൂല. ബ്രോ, ഇടുക്കിയിൽ വെള്ളമില്ലല്ലോ ബ്രോ. ഇടുക്കിയിൽ വെള്ളമില്ല ബ്രോ. കൊമ്പയിട്ട് നേരെയാക്ക്. ദൈവമേ മുമ്പിലൊരു പാലം. എന്താണ് ഇങ്ങനെയല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചേ. അത് എക്സ്പീരിയൻസിന്റെ ജാടയാണ് കാണുന്നത്. കാണണം കേട്ടോ, അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ. അവർക്കൊക്കെ അറിയാവുന്നവരാ. ഇവിടെ ഈ ഭാഗത്ത് നിന്നാ മതിയേ. ഇത് വരുന്ന വരവുണ്ട്. എന്താണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി കൂടെ ധൈര്യമായി.
ഞാൻ മരിക്കത്തില്ല. ഓടിക്കേ. ലെഫ്റ്റിലേക്ക് പോകാൻ റൈറ്റ് തോയണം. ലെഫ്റ്റിലോട്ട് പോകാൻ റൈറ്റ് വഴിയണം. ആ ഓക്കെ. തൊഴ. ആ അത് വെച്ച് തല്ലി എന്നെ ആ ചേച്ചിക്കിട്ട് വണ്ടി ഇടിച്ചപ്പോ ഇല്ലേ ഇക്ക പാനിക്കായി. അവര് പേടിച്ചു. എങ്ങനെയൊന്നും ഇല്ല, ഒരു സീനും ഇല്ല. കണ്ടോ ഇക്കൊക്കെ അറിയത്തില്ല ഓടിക്കാൻ. ഞാൻ ഓടിക്കണോ? വേണ്ട. ഹായ് ഹായ് ബ്രോ, എന്തുണ്ട് ബ്രോ? ഇവിടുന്നാ? ഇല്ലടാ, അങ്ങനെ സീനൊന്നും ഇല്ലടാ. ഞാൻ തള്ളിയതല്ല ഇയാളൊക്കെ എന്ത് കാണിക്കുന്നേ? ഞങ്ങൾക്ക് ഒരു ബുദ്ധി ബോധമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്യുന്നു. നൈസായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കൂട്ടിനുള്ളിൽ എന്റെ പൊന്ന് ബ്രോ, ബ്രോ അങ്ങോട്ട് ചെന്ന് കയറിയതാ ബ്രോ. ഞാനിവിടെ തെളിവെടുത്ത് വെച്ചിട്ടുണ്ട് ബ്രോ, അങ്ങോട്ട് ചെന്ന് ഇടിച്ചതാ. ആ പിന്നെ ബ്രോയുടെ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചാക്കല്ലേ. ചേട്ടാ മാറുന്ന ചേട്ടാ പോകുന്നില്ല. ഡ്രൈവറിനെ വെച്ച് രാവിലെ ഇങ്ങനെ ഇരുന്ന് പോണം. എന്തായാലും രാജ്യം സത്യമറ ഇക്ക തമാശ അല്ല, സത്യമായിട്ടും ഞാൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ അത് കടിച്ച് തിന്ന് നിൽക്കാൻ എനിക്ക് ജീവനുണ്ടെങ്കിൽ. അവന്മാര് വാശി ഇത് പറ്റിപ്പോന്നെ അറിയിക്ക. അവിടെ ചെല്ലുമ്പോൾ ഇവന്മാരെ അണച്ചു കുത്തിയിരിക്കും. മനസ്സിലായ? ഇതിപ്പോ ഇക്ക തൊഴിയുന്നു, ഇനി ഞാൻ തൊഴിയും. അപ്പൊ നമ്മളമ്മ അങ്ങനെ പോയാല് ആര് തൊടയും? ഞാൻ സപ്പോർട്ട് ചെയ്തൂടെ? വേണ്ട, ഒരാൾ അതിനകത്ത് കയറി. വേണ്ട, ആ പുള്ളി അതിനകത്ത് കയറി. അപ്പുറമാ. ആ ഹായ്. റൈറ്റ് പോണെങ്കിൽ ലെഫ്റ്റ് പോണെങ്കിൽ റൈറ്റ്. കൺഫ്യൂഷൻ ആയിട്ടെ, അതിനാലതാ ഞാൻ ചെയ്യാൻ മാട്ടെ. ഇക്ക പരുന്ത്, എന്നെ കൊത്തിക്കൊണ്ട് പോവാ. സംസാരിച്ചോണ്ട് കാട്ടിലോട്ട് ഞാൻ തിരിച്ചു കടിക്കും ഉറപ്പാ. ഒന്ന് രസിക്ക്, ഇത് കണ്ട് രസിക്കണ. രാവിലത്തെ എൻജോയ്മെന്റ്. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ, താൻ എന്നെ പഠിപ്പിക്കണ്ട. ഇതാണ് കറക്റ്റ് ടീച്ചർ. കണ്ടോ? വേണ്ട, നന്നായി ഒറ്റ കയറാൻ ഈ മനുഷ്യനെ അതുപോലെ നോക്കുന്നേനെ. ഏലാമ്പോ അല്ലല്ലോ ഇവിടെ പറഞ്ഞേ. കുട്ടനാടൻ കായലിലെ കൊച്ചു വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കക്കരുമ്പി അന്തിക്കുന്ന. ഇതെങ്ങോട്ടേ പോകുന്നേ? തിരിഞ്ഞു പെട്ടെന്ന് പോയോ? കോക്പിറ്റിലോട്ട് കൊമ്പനെ ദേ പോണു അങ്ങോട്ടാണ്. ദേ പോണു നമ്മൾ ഫസ്റ്റ് എത്തിയിട്ട. കൊമ്പ പോട്ടെ. തൊഴേ ആദ്യം കേറുമ്പോ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് 10 അടി കിട്ടിയെന്ന് വെച്ചറിയോ? അതാണ് ഞാൻ അവിടെ ആ ചേച്ചിനെ കൊണ്ടുവച്ച് ഇടിച്ച്. ഞാൻ ലെഫ്റ്റ് പറയുമ്പോ റൈറ്റ് ഞങ്ങള് വഴി പറയണോ? ഈ കടകേരി ആ ചേട്ടന് ഇപ്പൊ ആ വഴി അങ്ങ് പോവും. നമ്മളിവിടാവും. അമൃതമായാലെല്ലാം വിഷമാണ്. അധികമായാൽ അമൃതം വിഷമാണ്. ഏത് വെടലേടാ. ഇപ്പൊ മഴ നടന്നു വരുന്ന കൈ കളഞ്ഞാണ്. അവൻ ആരാന്ന് പറയാ? അവൻ ഇടുക്കിക്കാരനാ. ഇടുക്കി മല കണ്ട് വളർന്നവനൊക്കെ വെള്ളത്തിൽ കിടന്ന് അഭ്യാസം കളിച്ച എങ്ങനെ ശരിയാവാനാ?
വെമ്പനാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതിമതി മൃതേ വിളിച്ചുണ്ടൻ വെള്ളം വിളിക്കുന്നു തകതിമതി മൃതേ കുട്ടനാടൻ കായയിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറമ്പി പറയടി പുള്ളിക്കുയിലേ നമ്മൾ വാശിയാവും എന്നിട്ട് തെറ്റുവാടി കളിക്കല്ലേ നേരെ ഓടിച്ചു മടുത്തൊന്ന് അതേണ്ട നമ്മളെ കൂടെ വന്നൊരു ബാക്കിലേക്ക് പറയുന്നു. ബാക്കിലോട്ട് അവര് പ്രൊഫഷണലായി ജോലി കിട്ടുമെന്ന് ചോദിച്ചു. ഇപ്പൊ ഒരു ഷാർക്ക് ഒന്ന് ഇങ്ങനെ എന്റെ മേടിൽ കൂടെ പോണം. ഈ ഡോൾഫിൻ ഒക്കെ വരണല്ലേ ഏത് ഇവിടെ ഇപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ. ഹായ് ബ്രോ 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 ഇപ്പൊ മരമെല്ലാം കൂടെ ബ്രോ അതെ ഞാൻ കിടക്കല്ലേ ഏട്ടാ കയാക്കങ്ങ് പോവും ബ്രോ അതെ ഞാൻ കിടക്കും. പാമ്പുല്ലുണ്ടോ? ഏയ് വല്ല മൂർക്കലൊക്കെ വന്നാലേ ഉള്ളു. തൂങ്ങി കിടക്കുന്നത് ഇതിനകത്തൊക്കെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പയ്യെ നമ്മളെ വീണ്ടും ട്രിപ്പ് ആരംഭിക്കുന്നതാണ് അല്ലേ. ഒരു വീട് ഇത് അവിടെ താമസിച്ചോണ്ടിരുന്നാണോ? അപ്പൂപ്പൻ മാത്രോ? ഈ ഒരു ഐലൻഡിൽ മൊത്തത്തിൽ ഈ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. പണ്ട് താമസിച്ചിരുന്ന ചെറിയ വീടൊക്കെ പുള്ളിക്കാരനുണ്ട് 23 വർഷമായിട്ടൊക്കെ. അതെന്ത് മൈസെറ്റ് അത്. അപ്പൊ ഞാൻ പറയട്ടെ ഈ വസ്തു സ്ഥലമൊന്നും ആർക്കും വേണ്ടേ? മണ്ടനാലേക്ക എറിയു അങ്ങ് ചുമ്മാ. ആ പുള്ളിക്ക് മകനൊക്കെ ഉണ്ടോ? മക്കളുണ്ടോ? നീ നാളെ മകനായിട്ട് ഇറങ്ങാൻ പോണു സ്ഥലമൊക്കെ ചെയ്ത് പിടിക്കാം. A few minutes later. Guys, അങ്ങനെ നമ്മൾ ഒരു 1.5 കിലോമീറ്റർ ട്രാവലിന് ശേഷം നമുക്കൊരു 1.5 കിലോമീറ്റർ ആയുള്ളൂ. നമ്മളാ വള്ളി തൂങ്ങിയെടുത്ത് 1 കിലോമീറ്റർ ആയിരുന്നു പുള്ളി പറഞ്ഞേ. ബ്രോ എന്ത് വിചാരിച്ചേ? ഞാൻ നല്ലപോലെ തുഴഞ്ഞു അങ്ങ് എത്തിയെന്ന്. ബ്രോ അതിന് തുഴഞ്ഞായിരുന്നാ? എന്താ തുഴഞ്ഞേ? നാക്കും കൊണ്ട് തുഴഞ്ഞ കാര്യല്ലേ ചോദിച്ചത്? ആണാ? നമ്മുടെ ഇപ്പൊ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഇപ്പൊ വരും. ഗൈസ് നമ്മുടെ പഴംപൊരി വന്നു. ഇപ്പൊ നമ്മൾ പഴംപൊരി കഴിച്ചിട്ട് കാണാം അല്ലെ ഗൈസ്? അതെ നമ്മുടെ ചായ വന്നു പഴംപൊരി വന്നു. അപ്പൊ രാവിലെ ചെറുകടിയായിട്ട് പഴംപൊരി ചായ. പെട്ടെന്ന് കുടിച്ചോ അല്ലെങ്കിൽ ചായയുടെ അളവ് കൂടും. മഴ പെയ്യും ഇപ്പൊ. ഏതാ ഇതില് മഴ ചായ പഴംപൊരി. മഴ ചായ മൈമിപ്പൊ തീരും. അങ്ങോട്ടല്ലേ? ഓ നല്ല മഴ കേട്ടാ. ഇത് അവരൊക്കെ നനയുന്നു. ബ്രോ കൊമ്പൻ ബ്രോ. ഹായ് വഴി തരൂ. മഴ വന്നപ്പോ പവറായി. വീട്ടിൽ കിടന്ന് ഉറയാൻ കിട്ടുമോ ഈ വൈബ്? മഴയത്ത് കോവിഡ് എനിക്ക് കാണുന്നില്ല. ഓടോ നൈസ്. എനിക്ക് കാണുന്നില്ല ഒന്നും. അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നതാണ്. അടിപൊളി. പക്ഷെ വൈബ് കിട്ടില്ല. ഈ മഴയൊക്കെ ഈ ഒരു കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം. സീരിയസ് എക്സ്ട്രീം ലെവൽ സാധനം. ഈ മഴയും ഈ കയാക്കിയും കൂടെ വൈബ്. ഫുഡ് കഴിക്കണ പോലെ അങ്ങനെ ഒന്നല്ലേ. എനിക്ക് വേറെ ഡിഫറെന്റ് ഫീലിംഗ് ആയതിന്. ഇത് കിടിലൻ ഫീലാണ്. ഒരു വൈബാണ്, കിടിലൻ വൈബാണ്. വ്യൂ കണ്ട ടിക്കൊക്കെ അവിടെ വരും. ഇനി നമ്മൾ ഇത് എപ്പോൾ എന്ന് തുഴഞ്ഞ് എത്തിക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല.
കൊള്ളാം നൈസ് ഇടയ്ക്കിടയ്ക്ക് വരേക്കാം അതെനിക്കൊള്ളാം. ഗൈസ് ഇപ്പൊ നമ്മൾ ഒറ്റ ബോട്ടാക്കിയിട്ടുണ്ട്. എന്തിനാ ഗൈസ് ഞാനിങ്ങനെ വെറുതെ കളിക്കണം. ബൈ. അവിടെ വരെ പോയിട്ട് വന്നപ്പോ പ്രോയായി ഗൈസ്. അങ്ങനെ കയാക്കിന്റെ എൻഡിലേക്ക് എത്തിക്കണം അല്ലേക്കാ. കഴിഞ്ഞു നമ്മുടെ 3 മണിക്കൂറത്തെ ജേണി കഴിഞ്ഞു. ഇതുവരെ 3 മണിക്കൂറായെന്ന് അറിഞ്ഞില്ലല്ലേ? നമ്മളിവിടെ സേഫാ. എങ്ങനെ നമ്മളിവിടെ വന്നേ? ഇത് മതിയായിരുന്നു നിൽക്കാം അവിടെ വരെ. ഗൈസ് അപ്പോൾ നമ്മൾ അറ്റ്ലാസ് എത്തിയിട്ടുണ്ട്. എക്ടർമൈം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൈവച്ച് തുഴഞ്ഞു വരും. കണ്ട അവനറിയാം അവന് ഏതാളത്തിൽ കൊണ്ടിട്ടാലും അവൻ നീന്തി വരും. നമ്മളെ നീന്തി എത്തും ബ്രോ. ബ്രോ ഒരു തുഴയുടെ അത്ര ഉണ്ട് കൈ, പിന്നെ എങ്ങനെയാ വരാതിരിക്കാൻ പറ്റുന്നത്? അസനെ എത്തിയാൽ കൈവച്ച് തുഴഞ്ഞെത്തി. എന്നെ രക്ഷിക്കുക, എന്നെ വേണ്ട, എല്ലാരും കേറി. നിന്നെ മാറ്റി മാത്രം മാറ്റിയിടുന്നു. ഇതൊക്കെ പ്ലാനാ ബ്രോ. ഇന്നലെ കോൾ ചെയ്ത് പറഞ്ഞതാ ഞങ്ങളുടെ കൂടെ ഒരു ഞാൻ കുറച്ച് ചോറിച്ചു. നീ അവിടെ ഇറങ്ങണേ നമ്മൾ പൊക്കി എടുത്തിട്ട് നീ അങ്ങനെ ഈ ബ്രോയെ കേട്ടണ്ട. ഞാൻ ശരി നിൽക്കുന്നു. ആ ബോട്ട് എടുത്തിട്ടാ ആ ബോട്ട് എടുത്താ പോയി 6 അടിച്ചിട്ട് വാ. പോ. ആ ജാക്കറ്റ് ഉണ്ടല്ലോ. പേരെങ്ങനെയായിരുന്നു ബ്രോ? എൽബിൻ. നമ്മൾ ആശാനെന്ന് ചുമ്മാ വിളിക്കുന്ന കേട്ടോ. എൽബിൻ ബ്രോ ആയിരുന്നു നമ്മളെ ഗൈഡ് ചെയ്ത്. പിന്നെ വേറെ ബ്രോ ഇവിടെ ഉണ്ടായിരുന്നു. ബ്രോ പേരെന്തായിരുന്നു? പ്രണവ്. ഇവിടെ തന്നെ അല്ലേ? ഓക്കെ. പിന്നെ നൈസായിരുന്നു. അല്ല അതിങ്ങ് എത്തിയിട്ടാ. ഉറപ്പിക്കാനല്ലേ തള്ളിയുടെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറ. ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് പറ. വല്ലാണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈറ്റ് പേടിയാണോ? വെള്ളം പേടിയാണ്. പിന്നെന്തിനാ ഹൈറ്റ്? സ്കൂളിൽ പോകാതെ കറങ്ങണേ. സ്റ്റൈൽ ഇതാണ്. കമ്മലൊക്കെ സ്റ്റൈലാണ്. സ്കൂളിൽ കമ്മലൊക്കെ സമ്മതിക്കണ? മാത്രം ഇക്ലൂ ക്ലാസ്സാ. നീ നാണിച്ചിരിക്കുന്നുണ്ടാ? നീ വാ സംസാരിക്കും. നിങ്ങൾ സ്കൂളിൽ പോകണില്ല അപ്പൊ? ഇവനറിയോ? പിന്നെ ആരാ? പ്ലെയർ അല്ലേ? കൊമ്പൻ. പ്രായക്കാരത്ത് എത്തിയപ്പോ അവർക്ക് ഇവനെ അറിയാം. അവര് വിളിച്ചെന്തായിരുന്നു? കോമാളി കൊമ്പാണ്. എന്നാ താമസിക്കണ്ട വിട്ടോ. ക്ലാസ്സിനൊക്കെ ടാറ്റയില്ലേ? ടാറ്റയില്ലേ? വണ്ടിന്ന് വീഴും. അതുകൊണ്ടാ വെള്ളത്തിൽ പോട്ടോ. ആശാനെ പോട്ടോ. നിന്നെ കെട്ടിയിടും. അപ്പൊ നമ്മളെ കയാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് കേറിയിട്ടുണ്ട്. കഴിഞ്ഞല്ലേ നല്ല കിടിലായിരുന്നു. കിടിലല്ലായിരുന്നു. പ്ലാൻ ചെയ്ത വേറൊരു സാധനം ഞാൻ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വരണല്ലോ. ഉടനെ എന്റെ ജീവിതം വെച്ച് കളിക്കല്. ലൈഫ് ജാക്കറ്റ് പോലും ഇല്ല. ലൈഫ് ജാക്കറ്റ് പോലും കുറയ്ക്കണം. ഇതൊക്കെ ചെയ്തപ്പോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇനിയിപ്പോ ബൂട്ട് ക്യാമ്പിലേക്ക് വേണം. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഔട്ടർ ആയാലോ? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാൻ തന്നെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ പുതിയൊരു കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.